ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. പട്ടിക്കാട് കല്ലിടുക്കിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 2.5 കിലോ സ്വർണം കവർന്ന സംഭവത്തിൽ 5 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതികൾ ഉപയോഗിച്ച 2 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. തൃശൂരിൽ ATM കവർച്ച നടത്തിയ സംഘത്തിന് കൂടുതൽ കവർച്ചകളിൽ പങ്കുള്ളതായി സൂചന. പോലീസ് ഹരിയാനയിലെത്തി തെളിവെടുപ്പ് നടത്തും. റഷ്യയിൽ കൊല്ലപ്പെട്ട സന്ദീപിന് വിട നൽകി കല്ലൂർ ഗ്രാമം. റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. തളിക്കുളം ഇടശ്ശേരി ബീച്ചിൽ കടലിൽ കുളിക്കാൻ ഇറങ്ങിയ തമിഴ്നാട് സ്വദേശി മുങ്ങി മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി വെങ്കിടേഷാണ് മരിച്ചത്. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനായി തിരച്ചിൽ തുടരുന്നു. വാർത്തകൾ വിശദമായി. പട്ടിക്കാട് കല്ലിടുക്കിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 2.5 കിലോ സ്വർണം കവർന്ന സംഭവത്തിൽ 5 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പത്തനംതിട്ട സ്വദേശികളായ റോഷൻ വർഗീസ്, ഷിജോ വർഗീസ്, കൊടുങ്ങല്ലൂർ SN പുരം സ്വദേശി സിദ്ദിഖ്, കയ്പമംഗലം സ്വദേശി നിഖിൽ നാഥ്, നെല്ലായി സ്വദേശി നിഷാന്ത് എന്നിവരാണ് അറസ്റ്റിലായത്. സിദ്ദിഖ്, നിഷാന്ത്, നിഖിൽനാഥ് എന്നിവരെ കുതിരാനിൽ നിന്ന് പിടികൂടുകയായിരുന്നു. ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവല്ലയിൽ നിന്ന് ഷിജോ വർഗീസ്, റോഷൻ വർഗീസ് എന്നിവരെ പിടികൂടിയത്. പോലീസിന് കിട്ടിയ രഹസ്യ വിവരമാണ് സ്വർണ്ണ കവർച്ചാ കേസിലെ പ്രതികളെ കണ്ടെത്താൻ സഹായിച്ചത്. പ്രതികൾ ഉപയോഗിച്ച 2 വാഹനങ്ങളും പിടികൂടി. കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ റോഷൻ വർഗീസ് ആണെന്നും കർണാടകയിലും കേരളത്തിലും തമിഴ്നാട്ടിലും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. 1-ാം പ്രതിക്ക് തിരുവല്ല, ചങ്ങനാശ്ശേരി, ചേർത്തല എന്നീ സ്റ്റേഷനുകളിലായി 22 കേസുകളും 2-ാം പ്രതിക്ക് തിരുവല്ല, കോട്ടയം, ഗാന്ധിനഗർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 9 കേസുകളുമുണ്ട്. 3-ാം പ്രതിയുടെ പേരിൽ 8 കേസുകളും 4-ാം പ്രതിക്ക് കൊണ്ടോട്ടി സ്റ്റേഷനിൽ 1 കേസും 5-ാം പ്രതി 12 കേസുകളിലും പ്രതികളാണ്. ടോൾ പ്ലാസകൾ പരിശോധിച്ചും വിവിധ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുമാണ് പ്രതികളെ കണ്ടെത്തിയത്. പ്രതികൾ ഉപേക്ഷിച്ച കാർ നടത്തറയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. തൃശൂരിൽ ATM കൊള്ള നടത്തിയ സംഘത്തിന് കൂടുതൽ കവർച്ചകളിൽ പങ്കുള്ളതായി സൂചന. പോലീസ് സംഘം ഹരിയാനയിലെത്തി തെളിവെടുപ്പ് നടത്തും. തികഞ്ഞ ആസൂത്രണത്തോടെ കവർച്ച നടത്തിയ സംഘം പിടിയിലാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. നിലവിൽ നാമക്കൽ SP-യുടെ കീഴിലാണ് അന്വേഷണം നടത്തുന്നത്. സംഘം വിവിധ സംസ്ഥാനങ്ങളിൽ കവർച്ച നടത്തിയതായി സൂചന ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്ത പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യും. തൃശൂരിലെ ATM കവർച്ചാ സംഘത്തിന് നാമക്കലിൽ പ്രദേശവാസികളുടെ മർദ്ദനമേറ്റു. കവർച്ചാ സംഘത്തെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. കവർച്ചാ സംഘം സഞ്ചരിച്ചിരുന്ന കണ്ടെയ്നർ ലോറി ഏതാനും വാഹനങ്ങളിൽ തട്ടിയിരുന്നു. എന്നാൽ ലോറി നിർത്താതെ അതിവേഗത്തിൽ മുന്നോട്ടു പോവുകയാണുണ്ടായത്. ഇതോടെ ബൈക്കിലും കാറിലുമായി നാട്ടുകാർ ലോറിയെ പിന്തുടർന്നു. പോലീസും ലോറിയെ പിന്തുടർന്നെത്തി. ഹെൽമറ്റ് കൊണ്ട് ഉൾപ്പെടെ ലോറിയിലുള്ളവർക്ക് കനത്ത മർദ്ദനമേറ്റു. റഷ്യയിൽ യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സന്ദീപിന് വിട നൽകി കല്ലൂർ ഗ്രാമം. നായരങ്ങാടി സ്വദേശി കാങ്കിൽ വീട്ടിൽ സന്ദീപ് ചന്ദ്രന് നാട് യാത്രാമൊഴി നൽകി. മന്ത്രി K. രാജൻ, KK രാമചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് എന്നിവർ സന്ദീപിന്റെ വീട്ടിലെത്തിയിരുന്നു. 1.5 മാസത്തോളമുള്ള ശ്രമത്തിലും കാത്തിരിപ്പുകൾക്കൊടുവിലുമാണ് സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചത്. റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് കഴിഞ്ഞ ഓഗസ്റ്റിൽ യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. സന്ദീപും മറ്റ് 3 പേരും ഏപ്രിൽ മാസത്തിലാണ് റഷ്യയിലെത്തിയത്. ചാലക്കുടിയിലെ ഏജന്റ് വഴിയാണ് സന്ദീപ് റഷ്യയിലേക്ക് പോയത്. റെസ്റ്റോറന്റിലാണ് ജോലിയെന്നായിരുന്നു വീട്ടുകാർക്ക് അറിവുണ്ടായിരുന്നത്. പിന്നീട് സന്ദീപിന്റെ മരണത്തോടെയാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന വിവരം അറിയുന്നത്. സന്ദീപിനെ നിർബന്ധിതമായി കൂലിപ്പട്ടാളത്തിൽ ചേർത്തതാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. തളിക്കുളം ഇടശ്ശേരി ബീച്ചിൽ കടലിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശി മുങ്ങി മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി 26 വയസ്സുള്ള വെങ്കിടേഷാണ് മരിച്ചത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. സംഘത്തിൽ 6 പേരുണ്ടായിരുന്നു. വെങ്കിടേഷ് മാത്രമാണ് കടലിൽ കുളിക്കാൻ ഇറങ്ങിയത്. വെങ്കിടേഷ് മുങ്ങിത്താഴുന്നത് കണ്ട നാട്ടുകാർ ഉടൻ തന്നെ ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു.
ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനായി തിരച്ചിൽ തുടരുന്നു. ചങ്ങനാശ്ശേരി അച്ചാമ്പിൽ വീട്ടിൽ 34 വയസ്സുള്ള ജസ്റ്റിൻ മാത്യുവിനെയാണ് വാഴാലിപ്പാടത്ത് ഭാരതപ്പുഴയിൽ ബന്ധുക്കളോടൊപ്പം കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. കിള്ളിമംഗലത്തെ ബന്ധുവീട്ടിൽ വിരുന്നു വന്നതായിരുന്നു ജസ്റ്റിൻ. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. ഫയർഫോഴ്സ് സ്കൂബ ടീമിന്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത്. മൂന്നാഴ്ചയായി ലഭിക്കാതിരുന്ന കൂലി ചോദിച്ചതിന് ഹോട്ടൽ ഉടമ ജീവനക്കാരെ മർദ്ദിച്ചതായി പരാതി. കുന്നംകുളം യേശുദാസ് റോഡിൽ പ്രവർത്തിക്കുന്ന കഫേ അങ്ങാടി ഹോട്ടലിലെ ജീവനക്കാരായ മങ്ങാട് സ്വദേശി അക്ഷയ്, തിരുത്തിക്കാട് സ്വദേശി ഹരിദേവ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കൂലി ചോദിക്കാനായി യുവാക്കൾ കഫേ അങ്ങാടി ഹോട്ടലിൽ എത്തിയപ്പോഴാണ് സ്ഥാപന ഉടമയും സ്ഥാപനത്തിലെ മറ്റ് ജീവനക്കാരും ചേർന്ന് മർദ്ദിച്ചതെന്ന് പറയുന്നു. ഹെൽമറ്റ് കൊണ്ട് ഉൾപ്പെടെയുള്ള മർദ്ദനത്തിൽ മുഖത്തും ചുണ്ടിനും പരിക്കേറ്റ യുവാക്കൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ഗുരുവായൂരിലെ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയിരുന്ന പിടിച്ചുപറി സംഘം പോലീസ് പിടിയിലായി. സാഹസികമായി പ്രതികളെ പിടികൂടുന്നതിനിടെ 2 പോലീസുകാർക്ക് പരിക്കേറ്റു. കുന്നംകുളം കിഴൂർ പുത്തിയിൽ ശ്രീകുട്ടൻ, ചാവക്കാട് തിരുവത്ര കണ്ണിച്ചി അനിൽ എന്നിവരെയാണ് ഗുരുവായൂർ SHO സി പ്രേമാനന്ദ് കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന സ്ത്രീകളെ ലക്ഷ്യമിട്ട് വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച ബൈക്കിൽ പിന്തുടർന്ന് കൈചെയിൻ പൊട്ടിക്കുകയാണ് ഇവരുടെ പതിവെന്ന് പോലീസ് പറഞ്ഞു. ഇവരിൽ നിന്ന് കുരുമുളക് സ്പ്രേ, വ്യാജ നമ്പർ പ്ലേറ്റ് എന്നിവ പോലീസ് കണ്ടെടുത്തു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അരിയന്നൂർ, ഇരിങ്ങപ്പുറം, വടക്കേക്കാട് സ്റ്റേഷൻ പരിധിയിലെ നമ്പീശൻപടി, ടെമ്പിൾ സ്റ്റേഷൻ പരിധിയിലെ താമരയൂർ, കമ്പിപ്പാലം എന്നിവിടങ്ങളിൽ നിന്ന് കവർച്ച നടത്തിയതായി പ്രതികൾ മൊഴി നൽകി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീനാരായണപുരം കട്ടൻ ബസാറിൽ സൈക്കിൾ കട നടത്തുന്ന ആലപ്പുഴ കരുവാറ്റ സ്വദേശി പുത്തൻചിറയിൽ സുദർശനെയാണ് അറസ്റ്റ് ചെയ്തത്. സൈക്കിൾ നന്നാക്കാനെത്തിയ കുട്ടിയെയാണ് ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. കുട്ടി വീട്ടിലെത്തി കാര്യം പറഞ്ഞതോടെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ഇയാളെ തടഞ്ഞുവച്ച് പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോക്സോ നിയമപ്രകാരം കേസെടുത്ത് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള ഗോൾഡ് ആൻഡ് സിൽവർ ഡീലേഴ്സ് അസോസിയേഷൻ 24ാമത് ജില്ലാ സമ്മേളനം പുഴയ്ക്കൽ കൺവെൻഷൻ സെന്ററിൽ നടന്നു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ഷൈജു ചിറയത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, പ്രോഗ്രാം ചെയർമാൻ PJ ജോഷി, ജനറൽ സെക്രട്ടറി PM റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട് എക്സിബിഷനും അതിന്റെ ഭാഗമായിട്ടുള്ള ജില്ലാ സമ്മേളനത്തിനും ഒരുപാട് നിറഞ്ഞൊരു നിർധനർക്കും രോഗികൾക്കും കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന 3 മുറിയിലെ പ്രതീക്ഷാ കൂട്ടായ്മ സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ച് സംഘാടന മികവിലൂടെയും ജനകീയ പങ്കാളിത്തത്തിലൂടെയും ശ്രദ്ധേയമായി. വൃക്കരോഗവും ക്യാൻസറും ബാധിച്ച് വലയുന്നവർക്ക് ചികിത്സാ സഹായം നൽകാൻ ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ചിന് സുമനസ്സുകളായ 100 കണക്കിന് പേരാണ് പിന്തുണയുമായി എത്തിയത്. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോന് ആദ്യ ബിരിയാണി പാക്കറ്റ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതീക്ഷാ കൂട്ടായ്മ കൺവീനർ ജോൺസൺ മാമ്പ്രക്കാരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ MS സുമേഷ്, ഷൈനി ബാബു, KT ഹിതേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ പഴഞ്ഞി ജലജീവൻ പദ്ധതിക്ക് പൊളിച്ച റോഡുകളിൽ ടാറിംഗ് ആരംഭിച്ചു. പഴഞ്ഞി പള്ളിക്ക് മുൻവശം പഴഞ്ഞി IHDP റോഡ്, മസ്ജിദ് റോഡ് എന്നിവിടങ്ങളിലാണ് ടാറിംഗ് നടത്തിയത്. പൈപ്പിട്ട ശേഷം മണ്ണിട്ട് മൂടുക മാത്രമാണ് നേരത്തെ ചെയ്തത്. ഈ ഭാഗങ്ങളിൽ കുഴിയായതോടെ മെറ്റലും ക്വാറിപ്പൊടിയും ഇട്ട് അധികൃതർ പിൻവാങ്ങുകയായിരുന്നു. പ്രതിഷേധം ശക്തമായതോടെ അധികൃതർ ടാറിംഗ് നടത്തിയത്. പൈപ്പിടാറായി പൊളിച്ച മറ്റു റോഡുകളും അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂരിലെ ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാല പ്രസിദ്ധീകരിച്ച AK മൊയ്തീന്റെ വീണ്ടെടുപ്പുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. തിരക്കഥാകൃത്തും കവിയുമായ സ്മിത സൈലേഷ് ഉദ്ഘാടനം ചെയ്തു. റിയാട് പഞ്ചായത്ത് പ്രസിഡന്റും കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റുമായ KP രാജൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. തങ്കരാജ് ആനാപ്പുഴ അധ്യക്ഷത വഹിച്ചു. KKTM കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ G ഉഷാകുമാരി, PN പ്രൊവിന്റ്, UT പ്രേംനാഥ്, G ഉഷാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു.
വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബിന്റെ ഓണാഘോഷം ഏരിയ ചെയർപേഴ്സൺ ഫൌസിയ നസീർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ലയൺ കെ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പി രാജേഷ്, വ്യാസൻ പുഴയ്ക്കൽ, കോർഡിനേറ്റർ കെ വി വത്സല കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര കോടാലി പത്തുകുളങ്ങര സംയുക്ത മഹലിന്റെ നേതൃത്വത്തിൽ മീലാദ് റാലി സംഘടിപ്പിച്ചു. കോടാലി ജുമാ മസ്ജിദിൽ നിന്ന് ആരംഭിച്ച റാലി ആൽത്തറയ്ക്കൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഇല്യാസ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. കോടാലി മഹല്ല് ഖത്തീബ് മുഹമ്മദ് ഷെരീഫ് ദാരിമി അധ്യക്ഷത വഹിച്ചു. പത്തുകുളങ്ങര മഹല്ല് ഖത്തീബ് സാജിദ് മാനാനി നബിദിന സന്ദേശം നൽകി. വെള്ളിക്കുളങ്ങര മഹല്ല് ഖത്തീബ് നൌഫൽ ഭാഗവി, ബ്ലാങ്ങാട് ജുമാ മസ്ജിദ് ഖത്തീബ് ഷിഹാബ് ഭാഗവി, കാങ്കോൽ ഹുസൈൻ, അരിപ്പുറം മൊയ്തൂട്ടി, കിളിയമണ്ണിൽ ലത്തീഫ് കൊല്ലേരി തുടങ്ങിയവർ സംസാരിച്ചു. CPM കടങ്ങോട് ലോക്കൽ കമ്മിറ്റി അംഗവും ദീർഘകാലം കടങ്ങോട് റൈസ് മിൽ ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന CS മോഹനന്റെ രണ്ടാം ചരമ വാർഷിക അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. സ്വാമിപ്പടി ബ്രാഞ്ച് സെക്രട്ടറി MG ജയന്തൻ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ലോക്കൽ സെക്രട്ടറി UV ഗിരീഷ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ CK മണി, PE ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കുമരപുരം പണ്ടാരത്തിൽ സ്മൃതി സദസ്സിനോടനുബന്ധിച്ച് നൽകി വരാറുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പെരുവനം നാരായണ മാരാരുടെ പേരിലുള്ള പുരസ്കാരം കിഴക്കൂട്ട് അനിയൻ മാരാർക്ക് സമ്മാനിക്കും. പണ്ടാരത്തിൽ കുട്ടപ്പ മാരാരുടെ പേരിലുള്ള പുരസ്കാരം തായമ്പക കലാകാരൻ പനമണ്ണ ശശിക്കും. കുമരപുരം അപ്പുമാരാരുടെ പേരിലുള്ള പുരസ്കാരം മദ്ദള പ്രമാണി എരവത്ത് അപ്പുമാരാർക്കും സമ്മാനിക്കും. തൃശൂർ പൂരം അലങ്കോലമാക്കിയ സർക്കാരിനെതിരെ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് പ്രവർത്തകർ പ്രകടനം നടത്തി. അരിയങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് T മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ സെക്രട്ടറി ലോനപ്പൻ ചക്കച്ചപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേമനിധികളിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നൽകാത്ത ഇടതുപക്ഷ സർക്കാരിനെതിരെ ജനകീയ പ്രക്ഷോഭത്തിന് സർവ്വജനവിഭാഗങ്ങളും തയ്യാറാകണമെന്ന് കേരള നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സംഘടനാ സംസ്ഥാന സെക്രട്ടറി KG ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് PV രാജു അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബൈജു പുത്തൂർ, വിനയൻ, സജീവ് മാധവൻ, ഗ്ലാഡിയ എന്നിവർ സംസാരിച്ചു. പിഷാരടി സമാജത്തിന്റെ KP നാരായണ പിഷാരടി സാഹിത്യ പുരസ്കാരം സാഹിത്യകാരൻ C രാധാകൃഷ്ണന് തൃശൂരിൽ സമ്മാനിച്ചു. പിഷാരടി സമാജം പ്രസിഡന്റ് R ഹരികൃഷ്ണ പിഷാരടി അധ്യക്ഷത വഹിച്ചു. KP മുരളി, MP സുരേന്ദ്രൻ, ഗോപൻ പഴുവിൽ, KP ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നല്ല എഞ്ചിനീയർമാരെ ഉണ്ടാക്കാനോ മുസ്ലിംക്ക് വരെയാവാം മറ്റുള്ളവരെ കുറിച്ച് പറയുകയുണ്ടായി. എല്ലാം ഒരുപാട് പേര് പ്രേം നസീർ സോഷ്യോ കൾച്ചറൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ സംഗീത രത്ന അവാർഡ് സംഗീത സംവിധായകനും ഗായകനുമായ വിദ്യാധരൻ മാസ്റ്റർക്ക് തൃശൂരിൽ സമ്മാനിച്ചു. ചലച്ചിത്ര താരം ശിവജി ഗുരുവായൂർ പുരസ്കാരദാനം നിർവഹിച്ചു. സംഘടനാ പ്രസിഡന്റ് റോളി ബാബു അധ്യക്ഷത വഹിച്ചു. മഹനീയ സാന്നിധ്യത്തിന് നന്ദി ശിവജി ഗുരുവായൂർ. നെല്ലുവ
തിരുവള്ളവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ നവീകരിച്ച ഊട്ടുപുരയുടെ സമർപ്പണം നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം എം പി മുരളീധരൻ ഊട്ടുപുരയുടെ സമർപ്പണം നിർവഹിച്ചു. TS പട്ടാഭിരാമൻ പാൽക്കാച്ചൽ നടത്തി. ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത് ചടങ്ങിന് അധ്യക്ഷനായി. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽകുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ KK കല, ഡെപ്യൂട്ടി സെക്രട്ടറി M മനോജ് കുമാർ, ദേവസ്വം ഓഫീസർ PB ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രത്തിൽ 30 വർഷമായി അന്നദാനത്തിന് പാചകം ചെയ്യുന്ന തൃശൂർ വിനായക കാറ്ററിംഗ് ഉടമ ഗണേശ അയ്യരാണ് 15 ലക്ഷം രൂപ ചിലവഴിച്ച് ഊട്ടുപുര നവീകരിച്ചു നൽകിയത്. ചെറുവത്തേരി കീഴ്തൃക്കോവിൽ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞം ഭക്തിസാന്ദ്രമായി. ഭാഗവത ആചാര്യൻ ഇളയിടം ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് യജ്ഞം നടന്നത്. തിരുവുള്ളക്കാവ് ദേവസ്വം സെക്രട്ടറി കുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രം തന്ത്രി കൃഷ്ണദാസ് നമ്പൂതിരി, VV സുരേഷ് കുമാർ, CR ബാലകൃഷ്ണൻ, CK സുധീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ബ്ലോക്ക് മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിന്റെ 17ാമത് വാർഷിക പൊതുയോഗം നടന്നു. സംഘം പ്രസിഡന്റ് EK ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഭരണസമിതി അംഗം CA ശങ്കരൻകുട്ടി, മെമ്പർമാരായ ഡോക്ടർ KC ശശിധരൻ, AP ജോൺസൺ, KS സുഷിമോൾ, അഡ്വക്കേറ്റ് D ജോൺസ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. പടിഞ്ഞാറെ വെള്ളാനിക്കര ആണ്ടുണ്ണിദേവർ ശിവക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടന്നു. ജ്യോത്സൻ കൈമുക്ക് KP നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലായിരുന്നു അഷ്ടമംഗല ദേവപ്രശ്നം. ക്ഷേത്രം തന്ത്രി പെരുമ്പടപ്പ് വൈദികൻ ഋഷികേശൻ സോമയാജി, മേൽശാന്തി പുഷ്പരാജ് തിരുമേനി എന്നിവർ പൂജകൾക്ക് നേതൃത്വം നൽകി. ജ്യോത്സന്മാരായ അച്യുതൻ നായർ, AB കരുണാകര പണിക്കർ, വിനീഷ് പണിക്കർ എന്നിവർ പങ്കെടുത്തു. തൃശൂർ സെന്റ് ജോസഫ് CGHSS സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർവഹിച്ചു. കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ ഫാദർ റോക്കി റോബി കളത്തിൽ അധ്യക്ഷത വഹിച്ചു. 25 രോഗികൾക്ക് ഡയാലിസിസിന് ആവശ്യമായ തുക വടക്കൻ പറവൂർ ഡോൺ ബോസ്കോ ആശുപത്രിയുടെ ഡയറക്ടർ ഫാദർ ക്ലോഡിൻ ബിവേറയ്ക്ക് കൈമാറി. 25 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ C വിനീത, കോർപ്പറേറ്റ് മാനേജർ C റോസ് മാർഗരറ്റ്, ലോക്കൽ മാനേജർ C സ്നിത, പ്രിൻസിപ്പൽ C എൽസ, PTA പ്രസിഡന്റ് പോൾ പാറക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. പെരിങ്ങോട്ടുകരയിൽ സൗജന്യ കേൾവി പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ ഉദയകുമാർ ഗോപിനാഥ് ക്യാമ്പിന് നേതൃത്വം നൽകി. പാലപ്പിള്ളി ചിമ്മിനി ഡാം പൊതുമരാമത്ത് റോഡിന്റെ വശങ്ങളിൽ കാഴ്ച മറച്ച് കാട് വളർന്നു നിൽക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. വള്ളിപ്പടർപ്പും പുല്ലുകളും വളർന്നു നിൽക്കുന്നതോടെ കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. ചിമ്മിനി ഡാമിലേക്കെത്തുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് അപകട ഭീതിയിലായിരിക്കുന്നത്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള ഭാഗത്തെ വഴിയോരത്തെ കാടുകൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പാലപ്പിള്ളി മുതൽ എച്ചിപ്പാറ വരെയുള്ള വഴിയിലെ കാട് പൂർണ്ണമായി നീക്കം ചെയ്ത് യാത്രക്കാർക്ക് ഭയം കൂടാതെ സഞ്ചരിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ 68ാം ശ്രദ്ധാചരണം ഒക്ടോബർ 1 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദൈവാലയത്തിൽ ആചരിക്കും. 13-ാം തീയതി വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന പദയാത്ര ചൊവ്വന്നൂർ സെന്റ് തോമസ് ദേവാലയാങ്കണത്തിൽ എത്തിച്ചേരും. ഫാദർ രഞ്ജിത്ത് അത്താണിക്കൽ, MK പോൾ, MV ഡൊമിനിക്, PV ജോജി, TO തോമസ്, MJ ജോഫി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നവീകരിച്ച കടവല്ലൂർ തിപ്പിലശ്ശേരി മൃഗാശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഫൌസിയ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാരിക, വാർഡംഗം MH ഹക്കീം, ഡോക്ടർ സാം എബ്രഹാം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പഴഞ്ഞി അരുവായി പാടത്ത് മുണ്ടകൻ കൃഷിയുടെ ഞാറുനടിയിൽ തുടങ്ങി. 4 മാസത്തെ പരിചരണത്തിന് ശേഷം ജനുവരിയോടെ കൊയ്ത്ത് പൂർത്തിയാകും. മഴയെയും അരുവായി തോട്ടിലെ വെള്ളത്തെയും ആശ്രയിച്ചാണ് മുണ്ടകൻ കൃഷി ചെയ്യുന്നത്.
ഇലവൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കടവല്ലൂരിന്റെ നേതൃത്വത്തിൽ കോൺവെക്സ് മിറർ സ്ഥാപിച്ചു. കടവല്ലൂർ ഹൈവേ പഴഞ്ഞി റോഡിലാണ് കോൺവെക്സ് മിറർ സ്ഥാപിച്ചത്. പാറയമ്പാടത്ത് പൊട്ടിയ കുടിവെള്ള വിതരണ പൈപ്പ് പുനഃസ്ഥാപിക്കണമെന്ന് വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് എം.എച്ച്. റഫീഖ്, സെക്രട്ടറി എം.എ. കമറുദ്ദീൻ, ട്രഷറർ പി.എ. റഹീദ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പഴഞ്ഞി ചിറ്റംതാഴം കോൾപടവിൽ പമ്പിംഗ് തുടങ്ങി. പടവ് പ്രസിഡന്റ് കെ. മുഹമ്മദ് ഹനീഫ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. 220 ഏക്കറുള്ള കോൾപടവിൽ ഉമാവിത്താണ് കർഷകർ കൃഷി ചെയ്യുന്നത്. നവംബറിൽ ഞാറുനടിയിൽ പൂർത്തിയാക്കി ഏപ്രിൽ മാസത്തോടെ കൊയ്ത്ത് നടത്താനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. പട്ടികജാതി ക്ഷേമസമിതി വെള്ളിക്കുളങ്ങര ലോക്കൽ സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ടി.വി. മദനമോഹനൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് കെ. ശിവൻ അധ്യക്ഷത വഹിച്ചു. സിപിഎം കൊടകര ഏരിയ കമ്മിറ്റി അംഗം ബി.സി. ഉമേഷ്, പട്ടികജാതി ക്ഷേമസമിതി കൊടകര ഏരിയ പ്രസിഡന്റ് പി.വി. മണി, ലോക്കൽ സെക്രട്ടറി കെ. ഷാജു, സിപിഎം വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി.കെ. രാജൻ, സംഗീത സജീവൻ, കെ.എസ്. അശ്വിൻ എന്നിവർ സംസാരിച്ചു. പാവറട്ടി സെന്റ് തോമസ് ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. ദിവ്യബലിക്ക് ഫാദർ പ്രിൻസ് പരത്തനാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സണ്ണി പുന്നോലിപ്പറമ്പിൽ സന്ദേശം നൽകി. തിരുനാൾ പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട്, പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ സിജേഷ് വാതുകാടൻ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ലോക ഹൃദയ ദിനാചരണത്തിന്റെ ഭാഗമായി തൃശൂർ അതിരൂപത മതബോധന കേന്ദ്രത്തിൽ ഹൃദയ ദിനാചരണം സംഘടിപ്പിച്ചു. മതബോധന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ ഹൃദയ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7070, പവന് 56,560, വെള്ളി ഗ്രാമിന് 98, പ്ലാറ്റിനം ഗ്രാമിന് 3,387 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടിക്കാട് കല്ലെടുക്കൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 2.5 കിലോ സ്വർണം കവർന്ന സംഭവത്തിൽ 5 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതികൾ ഉപയോഗിച്ച 2 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. തൃശൂരിൽ ATM കവർച്ച നടത്തിയ സംഘത്തിന് കൂടുതൽ കവർച്ചകളിൽ പങ്കുള്ളതായി സൂചന. പോലീസ് ഹരിയാനയിലെത്തി തെളിവെടുപ്പ് നടത്തും. റഷ്യയിൽ കൊല്ലപ്പെട്ട സന്ദീപിന് വിട നൽകി കല്ലൂർ ഗ്രാമം. റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. തളിക്കുളം ഇടശ്ശേരി ബീച്ചിൽ കടലിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശി മുങ്ങി മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി വെങ്കടേഷാണ് മരിച്ചത്. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനായി തിരച്ചിൽ തുടരുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.